ബന്ധുക്കളെ എനിക്കിഷ്ടമാണ്. ബന്ധുക്കൾ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് അറിയോ? ഒക്കെ നമുക്ക് പാഠം മനസ്സിലാക്കിയിട്ട് പറയാം. കൂട്ടുകാരെ, നിങ്ങൾക്ക് കുടുംബക്കാരെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും വലിയ ഇഷ്ടമാണല്ലോ. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ്. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അവർ താമസിക്കുന്നത് എത്ര അകലെയാണെങ്കിലും നേരിട്ടോ ഫോണിൽ കൂടിയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം. അപ്പൊ ആരാണ് ബന്ധുക്കൾ എന്ന് മനസ്സിലായില്ലേ? നമ്മുടെ മാതാപിതാക്കളുമായി രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാര്. കുടുംബക്കാരുമായി ബന്ധമുള്ളവരാണ് നമ്മുടെ ബന്ധുക്കള്. അങ്ങനെ കുടുംബ ബന്ധങ്ങൾ ഇങ്ങനെ വലുതായിക്കൊണ്ടേയിരിക്കും. അപ്പോ നമുക്ക് കുടുംബക്കാരോട് ബന്ധം പുലർത്തണം. അത് അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും വലിയ ഇഷ്ടമാണ്. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഇഷ്ടമാണ്. ആർക്ക്? അള്ളാഹുവിനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും ഇഷ്ടമാണ്. ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അതൊക്കെ അതില് അടയാളപ്പെടുത്തുക. കുടുംബക്കാർ എത്ര അകലെയാണെങ്കിലും അവരോട് നേരിട്ടോ ഫോണിൽ കൂടെയോ മറ്റോ അവരുമായി നാം ബന്ധം പുലർത്തണം. കുടുംബക്കാരുമായി നാം ബന്ധം പുലർത്തണം. എങ്ങനെയൊക്കെ? നേരിട്ട് അവിടെ പോവണം. എത്ര അകലെയാണെങ്കിലും അവിടെ പോവണം. ഇല്ലെങ്കിൽ ഫോണിലൂടെ അവർക്ക് വിളിച്ച് സംസാരിച്ച് അവരെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം. അല്ലാതെയും ഉള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് ഇപ്പോ. അപ്പോ ആ രീതിയിലൊക്കെ നാം നമ്മുടെ കുടുംബക്കാരുമായി ബന്ധം പുലർത്തണം. മനസ്സിലാക്കാം. കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങളാണ് ഇവിടെ താഴെ പറയുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. എന്താണ്? റിസ്ക് വിശാലമാക്കും. റിസ്ക് വിശാലമാകും. ആയുസ് കൂടും. സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും. നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. അപ്പൊ കുടുംബക്കാരുമായി ബന്ധം പുലർത്തിയാലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാല് റിസ്ക് വിശാലമാക്കും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. അപ്പോ കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്താനുള്ള മാർഗങ്ങൾ മനസ്സിലാക്കാം. ഇനി എന്താണ്? കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം? നമുക്ക് കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്താം? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. നേരിട്ടോ ഫോണിൽ കൂടെയോ മറ്റുമൊക്കെ ആയിട്ട് അവരുമായിട്ട് ബന്ധം പുലർത്തണം. ഇനി ഇവിടെ എന്തൊക്കെയാ പറയുന്നത്? കുടുംബക്കാരെ സൽക്കരിക്കുക. നമ്മളെ കുടുംബക്കാരെ അമ്മാവനൊക്കെ എന്താണ് നിങ്ങളെ വീട്ടിലേക്ക് വരീന്ന് പറഞ്ഞ് സൽക്കാരം വിളിക്കുക. മനസ്സിലായില്ലേ? അളാപ്പ അവരൊക്കെ എന്ത് ചെയ്യണോ? നമ്മളെ വീട്ടിലേക്ക് വരി എന്ന് പറഞ്ഞ് നമ്മൾ അവരെ സൽക്കരിക്കുക. പിന്നെ അവർക്ക് സ്വതക്ക ചെയ്യുക. പിന്നെ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. നമ്മളാൽ കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക. പിന്നെ അവരെ സന്ദർശിക്കുക. അവര് വീട്ടിലെ ഇടക്കൊക്കെ പോയിട്ട് അവരെ സന്ദർശിക്കുക. പിന്നെന്താണ്? അവർക്ക് ഹദിയ നൽകുക. അവർക്ക് സമ്മാനങ്ങളൊക്കെ ആയിട്ട് പോകുമ്പോൾ പലഹാരോ ഫ്രൂട്ട്സോ നീ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അതുമായിട്ടൊക്കെ പോവുക. പിന്നെ രോഗിയായാൽ ആവശ്യമായത് ചെയ്തു കൊടുക്കുക. നമ്മളെ
കുടുംബക്കാര് രോഗികളാണെങ്കിൽ അവർക്ക് ആവശ്യമായ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അതൊക്കെ കുടുംബബന്ധം പുലർത്താനുള്ള കാര്യങ്ങളാണ്. പിന്നെന്താണ്? അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക. അവർക്ക് സന്തോഷിക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതിലൊക്കെ നമ്മള് സന്തോഷിക്കുക. മനസ്സിലായില്ലേ? അവര് വലിയ വീട് വെക്കും, അപ്പൊ അവർക്ക് അത് സന്തോഷാണ്. അപ്പൊ അതിൽ നമ്മൾ സന്തോഷിക്കുക. അല്ലാതെ അവര് വലിയ വീട് വെക്കുന്നതിൽ നമ്മൾ അസൂയപ്പെടരുത്, നമ്മളും സന്തോഷിക്കുക. അപ്പൊ അതൊക്കെ ഞാനൊരു ഉദാഹരണം പറയണേ. അപ്പൊ അവരുടെ സന്തോഷങ്ങളിൽ സന്തോഷിക്കുക. പിന്നെ അവർക്ക് ദുഃഖം വരുമ്പോൾ ആശ്വസിപ്പിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. അവർക്ക് എന്തെങ്കിലും വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ വരുമ്പോ അവരെ ആശ്വസിപ്പിക്കുക. അവർക്ക് വേണ്ടി അവരെ ബുദ്ധിമുട്ടൊക്കെ, അസുഖമൊക്കെ ആണെങ്കിൽ, അസുഖം കാരണമൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ, അവർക്ക് അസുഖം കാരണം അവള് ദുഃഖം അനുഭവിക്കുകയാണെങ്കിൽ അതിനൊക്കെ ആശ്വസിപ്പിക്കുക. ചെന്നിട്ട് സാരില്ല, ഒക്കെ മാറും എന്നൊക്കെ പറഞ്ഞ് അവരെ ആശ്വസിപ്പിക്കുക. അവരെ അസുഖങ്ങളൊക്കെ മാറാൻ വേണ്ടിട്ട് നമ്മൾ ദുആ ചെയ്യുക. ഇതൊക്കെയാണ് എന്ത്? കുടുംബ ബന്ധം പുലർത്താനുള്ള കാര്യങ്ങൾ. ഇതൊക്കെ ചെയ്തുകൊണ്ട് പോന്നാൽ നമ്മുടെ കുടുംബ ബന്ധം, കുടുംബക്കാരുമായിട്ടുള്ള ബന്ധം എന്നെന്നും നിലനിന്ന് പോരും. മനസ്സിലായില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ നന്നായി മനസ്സിലാക്കുക. ഞാൻ ഇത് ഇനി ആവർത്തിച്ച് വായിക്കുന്നില്ല, നന്നായിട്ട് മനസ്സിലാക്കി വായിക്കാം. അപ്പൊ ഇത് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. കുടുംബക്കാരുമായി എങ്ങനെ ബന്ധം പുലർത്തണം, കുടുംബ ബന്ധം പുലർത്താനുള്ള മാർഗങ്ങളിൽ നിന്ന് 6 എഴുതുക. കുടുംബ ബന്ധം പുലർത്താനുള്ള കാര്യങ്ങളിൽ നിന്ന് 2 എഴുതുക എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എക്സാമിന് വന്നാൽ ഇതിൽ നിന്ന് നമുക്ക് 2 എഴുതാൻ കഴിയണം. രോഗിയായാൽ അവരെ സന്ദർശിക്കുക, അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക, അവരെ സൽക്കരിക്കുക എന്നൊക്കെ നമുക്ക് എഴുതാൻ കഴിയണം. ഇതിന് തിരിച്ചൊരു ചോദ്യം വരികയാണ്, കുടുംബക്കാരെ സൽക്കരിക്കുക ഇത് എന്തിനുള്ള മാർഗമാണ്? ഇത് എന്തിനുള്ള മാർഗമാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ എന്ത്? കുടുംബ ബന്ധം പുലർത്താനുള്ള മാർഗങ്ങളിൽ പെട്ടതാണ്. കുടുംബക്കാരെ സൽക്കരിക്കല് കുടുംബ ബന്ധം പുലർത്താനുള്ള മാർഗങ്ങളിൽ പെട്ടതാണ്. അപ്പൊ അങ്ങനെ ആ രീതിയിൽ ചോദ്യം വന്നാല് അങ്ങനെ എഴുതാൻ കഴിയണം. അവർക്ക് ഹദിയ നൽകുന്നത് കുടുംബ ബന്ധം പുലർത്താനുള്ള മാർഗങ്ങളിൽ പെട്ടതാണ്. മനസ്സിലാക്കട്ടാ. അടുത്ത എന്താണ്? വമൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. എന്താണ്? അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. അപ്പൊ ഇത് അറബിയും പഠിക്കുക, അതിന്റെ അർത്ഥവും മനസ്സിലാക്കി പഠിക്കുക. നമുക്ക് എക്സാമിന് വിട്ട ഭാഗം പൂരിപ്പിക്കാൻ വന്നാലോ? വമൻ കാന യുഅ്മിനു ബില്ലാഹി ഡാഷ് ഫൽയസിൽ റഹിമഹു എന്നാണ്. വൽ യൗമിൽ ആഖിരി ഫൽയസിൽ റഹിമഹു. അപ്പൊ അത് നമുക്ക് എഴുതാൻ കഴിയണം. അർത്ഥം എഴുതുക, സാര എഴുതുക എന്നൊക്കെ ചോദിച്ചാല് ഇതിന് ഈ അർത്ഥം നമുക്ക് എഴുതാൻ കഴിയണം. അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവൻ അവന്റെ കുടുംബത്തെ ചേർത്ത് കൊള്ളട്ടെ. മനസ്സിലാക്കുക. തദ്രിബാത്ത് നോക്കാം. എന്താണ്? ഉത്തരം എഴുതണം. എന്താണ്? കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങളിൽ 4 എഴുതുക. അപ്പൊ നിങ്ങൾക്ക് നോട്ട് ബുക്കിലേക്ക് എഴുതുകയാണ് ഏറ്റവും നല്ലത്. ആ 4 കാര്യങ്ങളൊന്നും ഇവിടെ നമുക്ക് ഉൾക്കൊള്ളിച്ച് എഴുതാൻ കഴിയൂല. നോട്ട് ബുക്കിലേക്ക് പാഠബുക്കിൽ അടയാളപ്പെടുത്തിയത് നോക്കി എഴുതുക. അപ്പൊ ഇവിടെ അടയാളപ്പെടുത്തുക കുടുംബ ബന്ധം പുലർത്തിയാലുള്ള നേട്ടങ്ങൾ. റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും, നമ്മളും കുടുംബക്കാരും തമ്മിലുള്ള സ്നേഹം വർദ്ധിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് എഴുതുക. ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ആണ്. തെറ്റുകൂടാതെ നോട്ട് ബുക്കിലേക്ക് എഴുതുക. അടുത്തത് കുടുംബ ബന്ധം പുലർത്തുന്നതിനുള്ള മാർഗങ്ങളിൽ 4 എണ്ണാണ് എഴുതേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ 8 കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ നിന്ന് 4 നോട്ട് ബുക്കിലേക്ക് എഴുതുക. അപ്പൊ എല്ലാരും മുഴുവനായിട്ട് പഠിക്കുക. കുടുംബക്കാരെ സൽക്കരിക്കുക, അവർക്ക് സ്വതക്ക ചെയ്യുക, കഴിയുന്ന സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് ഹദിയ നൽകുക. നമുക്ക് 4 അവിടെ എഴുതാം.
ബാക്കിയൊക്കെ മനസ്സിലാക്കി എല്ലാവരും പഠിക്കുക, മുഴുവനായിട്ട് കാണാതെ പഠിക്കുക. അടുത്ത മൂന്നാമത്തെ ചോദ്യം എന്താ? ആരാണ് കുടുംബക്കാർ? ആരാണ് കുടുംബക്കാര്? നമ്മൾ ഫസ്റ്റ് പാഠം വായിക്കുമ്പോൾ അടയാളപ്പെടുത്തിച്ചിരുന്നു. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ അത് നോട്ട് ബുക്കിലേക്ക് തെറ്റുകൂടാതെ എഴുതുക. ആരാണ് കുടുംബക്കാർ ഒന്നും കൂടെ പറയാം. നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. അടുത്ത വരുന്ന വർക്ക് എന്താണ്? നമുക്ക് ഉസ്താദിനോട് അന്വേഷിക്കാം എന്നതാണ്. എന്താണ്? കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി എന്താണ്? എന്താണ് കുടുംബക്കാർക്ക് സ്വതക്ക ചെയ്താൽ ലഭിക്കുന്ന കൂലി? കുടുംബത്തില്, അതായത് കുടുംബ ബന്ധത്തിലൊക്കെ നമ്മള് സ്വതക്ക ചെയ്താല് നമുക്ക് 2 ഗുണങ്ങളാണുള്ളത്. എന്തൊക്കെയാണ് 2 ഗുണങ്ങള്? ഒന്ന്, കുടുംബത്തെ സഹായിക്കുന്ന ഗുണം. പിന്നെന്താണ്? അവരോടുള്ള നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നതിന്റെ ഗുണവും ലഭിക്കും. കുടുംബത്തെ സഹായിക്കുന്ന ഗുണവും കുടുംബ ബന്ധത്തോട് നമുക്കുള്ള ബാധ്യതകൾ ഉണ്ടല്ലോ, അത് നിർവഹിക്കുന്ന ഗുണവും നമുക്ക് ലഭിക്കും. അപ്പൊ അത് മനസ്സിലാക്കാം. ഇനി നിങ്ങളുടെ ഉസ്താദ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നിങ്ങൾ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കുക. അടുത്ത എന്താണ്? ഒരു കുടുംബ മരം വരയ്ക്കാനാണ്. ആ കുടുംബ മരം വരയ്ക്കുമ്പോ നമുക്ക് എന്തൊക്കെ ഉൾപ്പെടുത്തണം? മാതൃകുടുംബവും പിതൃകുടുംബവും ഉൾപ്പെടുത്തണം. വല്യപ്പ വല്യമ്മ, ജദ്ദു വൽ ജദ്ദത്ത്, വല്യപ്പ വല്യമ്മ. പിതൃകുടുംബം ഉപ്പാന്റെ കുടുംബത്തിലും ഉണ്ട് എന്ത്? അൽ ജദ്ദു വൽ ജദ്ദത്ത്, വല്യപ്പയും വല്യമ്മയും. അപ്പോ ഉപ്പ ഉമ്മ, അങ്ങനെ നമ്മള് എന്ത് ചെയ്യണം? 2 മരങ്ങൾ പോലെ വരയ്ക്കുക. എന്നിട്ടോ വല്യപ്പ വല്യമ്മ ആദ്യം. അതിൽ നിന്ന് ചില്ലകൾ ഉണ്ടാവണം. ആരാണ്? വല്യപ്പക്ക് നമ്മുടെ മാതൃകുടുംബം എന്ന് പറഞ്ഞ ഉമ്മ. ഒന്ന് ഉമ്മ, ഹാലുൻ ഹാലത്തുൻ. ഹാലുൻ എന്ന് പറഞ്ഞാല് അമ്മാവൻ, ഹാലത്തുൻ അമ്മായി, അമ്മാവനും അമ്മായിയും. അപ്പോ വല്യപ്പയും വല്യമ്മയും ആദ്യം, പിന്നെ അതിൽ നിന്ന് ഉമ്മ ഉണ്ടാവും, പിന്നെ അതില് അമ്മായി ഉണ്ടാവും, അമ്മാവൻ, പിന്നെ അമ്മായി. അങ്ങനെ നമുക്ക് ചില്ലകൾ വരയ്ക്കാം. ഹാലത്തു എന്ന് പറഞ്ഞാല് അമ്മായി, ഹാലു എന്ന് പറഞ്ഞാല് അമ്മാവൻ. പിന്നെ ഉമ്മക്ക് സഹോദരി ഉണ്ടാവും, അളാമ മൂത്തമ്മ എന്നൊക്കെ. അപ്പം അളാമ, അളാപ്പ, മൂത്തമ്മ, മൂത്താപ്പ, അങ്ങനെയൊക്കെ സഹോദരിമാരും ഒക്കെ മാതൃകുടുംബത്തില്. അതുപോലെ തന്നെയാണ് ഉപ്പയുടെ കുടുംബത്തിലും. അതുപോലെ പിതാവിന്റെ കുടുംബം, പിതൃകുടുംബം, അവർക്കും വല്യപ്പയും വല്യമ്മയും. അവരിൽ നിന്ന് നമുക്കും ചില്ലകൾ വരയ്ക്കാം. ആരൊക്കെയാണ്? അമ്മത്ത് എന്ന് പറഞ്ഞാല് പിതൃ സഹോദരി, അമ്മത്ത് പിതൃ സഹോദരി, അമ്മുൻ പിതൃ സഹോദരൻ, അബുൻ ഇപ്പ, അമ്മുൻ പിതൃ സഹോദരൻ, നമ്മൾ അളാപ്പ എന്ന് പറയും. അപ്പൊ അളാമ, അങ്ങനെയൊക്കെ നമ്മള് അതിൽ നിന്ന് അളാപ്പ, അളാമ, അങ്ങനെയുള്ള ചില്ലകള്. പിന്നെ എന്താണ്? വല്യപ്പ, വല്യമ്മ, അളാപ്പ, അളാമ, അങ്ങനെ ചില്ലകൾ.
സഹോദരി, ഉപ്പയുടെ സഹോദരി, അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് 2 കുടുംബ മരങ്ങൾ വരയ്ക്കണം. അപ്പൊ അതൊക്കെ ഒരു വർക്കായിട്ട് നിങ്ങള് മദ്രസയിൽ ചെയ്യേണ്ടതാണ്. അപ്പൊ എല്ലാവരും മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് നിങ്ങളെ ഈ 1ാമത്തെ പാഠത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത്. അപ്പൊ ഓരോ ഭാഗത്തും നമ്മൾ വായിക്കുമ്പോൾ തന്നെ അതിന്റെ എങ്ങനെ പഠിക്കണം എന്നതൊക്കെ അതിൽ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങള് അതിന്റെ കൂടെ തന്നെ അതൊക്കെ മനസ്സിലാക്കി നന്നായി പഠിക്കുക. വീഡിയോ ഉപകാരപ്പെടുത്തുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.